ബനാന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബനാന റോബസ്റ്റ് പഴല്ലേ, അത് 2 എണ്ണം എടുക്കണം. 2 റോബസ്റ്റ് പഴം എടുത്തതുപോലെ ഉടച്ച് വെക്കണം. ഒന്നെങ്കിൽ മിക്സിയിലടിക്കുക, അല്ലെങ്കിൽ ഒന്ന് അമർത്തി കയ്യേറ്റ് ഇങ്ങനെ മാനേജ് ചെയ്തെടുക്കാം. പിന്നെ 1.5 കപ്പ് നമുക്ക് മൈദ വേണം. പിന്നെ 1/2 ടീസ്പൂണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ പട്ടയുടെ പൊടി ഇടാം, ഇല്ലെങ്കിൽ വെനില എസൻസ് ചേർക്കാം. ഇത് 120 മില്ലി നമുക്ക് ഒലിവ് ഓയിൽ, ഞാൻ ഒലിവ് ഓയിലാണ് ചേർക്കണം, നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏതും ഉപയോഗിക്കാം. പിന്നെ പഞ്ചസാര, ഇത് ഈ സ്പൂണിൽ 3 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂട്ടിയിട്ടും കുറച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്. ഇത് 1/4 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡറും 1/4 സെയിം. പിന്നെ വേണ്ടത് പാല്. നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ചേർക്കാനാണ്. അത് ലാസ്റ്റ് ഞാൻ അതിൻ്റെ അളവ് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. അത് നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 120 ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ പട്ട ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. പട്ടയുടെ സ്മെല്ല് കഴിക്കാനും നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പട്ടയുടെ ഫ്ലേവർ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഈ പട്ട ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വെനില എസൻസ് 1 സ്പൂണ് ചേർത്തോളൂ കേട്ടോ. അപ്പം ഞാൻ പട്ടയും കൂടി ചേർക്കുക. 1/2 സ്പൂൺ പട്ടയും കൂടി ചേർത്തു. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മിക്സ് ഇതുപോലെ ഇതൊക്കെ ടൈറ്റായിട്ടുണ്ടാവും. ഇതൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഇതിലേക്ക് കുറച്ച് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഈ പാകം വേണം കേട്ടോ നമ്മുടെ കേക്കിന്. ഇത് വൈകുന്നേരത്ത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്, ബനാന ടീ കേക്ക്. അപ്പോൾ ഇനി പാത്രം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് മിക്സ് ഒഴിക്കാൻ പോവുകയാണ്. ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലെ ഒന്നെങ്കിൽ ഓവനിൽ വെക്കാം. ഓവനുള്ളവർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരണത്. ഇതുപോലെ ചപ്പാത്തിയുടെ പാത്രമല്ലേ, പാന്, അതിലേക്ക് നന്നായി ചൂടാക്കുക. ഇതിന് ശേഷം ഇതുപോലത്തെ റൗണ്ട് പാനിൽ വെച്ചിട്ട് നമ്മൾ ഓംലെറ്റ് അങ്ങനത്തെ ഉണ്ടാക്കുന്ന പാനിൽ വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു പാത്രം വെച്ചിട്ട് മൂടാം. ഒരു 25-30 മിനിറ്റ് വരെ ആവുമ്പോഴത്തേന് ഇത് റെഡിയാവും. അത് നമ്മൾ 5 മിനിറ്റ് ഇത്തിരി നല്ല ചൂടിൽ വെക്കണം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ തീ കുറച്ച് വയ്ക്കുക. നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ആയതിനു ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലും, ഇവിടെ മൊത്തം പഴത്തിൻ്റെയൊക്കെ സ്മെല്ലും നമ്മുടെ ഈ പട്ടയുടെ സ്മെല്ലൊക്കെ കൂടിയിട്ട് നല്ല പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. നല്ല നോക്കി സോഫ്റ്റാണ് സംഭവം. ഞാനങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.